ഹായ് കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇന്നൊരു അംബ്രല പാവാട എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് നോക്കാം. അപ്പം ഇതൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പം ആദ്യം തന്നെ ഞാൻ തുണി കണ്ടോ, അതായത് ഈ ഒരു തുണീനെ ഞാൻ ആദ്യം വീതിയിൽ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. അതായത് കണ്ടോ, വീതിയിൽ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതിന് ഇനി ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ട, അപ്പം നമുക്കിതൊരു 4 പീസ് കിട്ടി. അതായത് ഈ ഫോൾഡ് ഭാഗം 4 പീസ് ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു സൈഡ് എല്ലാം ഫോൾഡാണ്, മുകളിൽ ഫോൾഡ് അല്ലാത്തൊരു ഭാഗമാണ്. അപ്പം എനിക്കിതൊരു മീറ്ററിന് 38 രൂപ 30 രൂപക്ക് കിട്ടിയതാണ് കേട്ടോ. ഇത് 96 രൂപയുടെ തുണിയാണ് മീറ്ററിന്. നമ്മുടെ തുണിക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ കിട്ടും. ബാക്കി വരണത് അവർ ഇങ്ങനെ മുറിച്ച് 30 രൂപയുടെ പീസെന്നും പറഞ്ഞിടും. അപ്പം 4 ആക്കി മടക്കിയിട്ടും നമുക്ക് അംബ്രല പാവാട കട്ട് ചെയ്തെടുക്കാം. 8 ആക്കി മടക്കിയിട്ടും അംബ്രല പാവാട കട്ട് ചെയ്തെടുക്കാം. 8 ആക്കി മടക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റണല്ലേ, ഇവിടെ എല്ലാം ഈ സൈഡ്, അതായത് ഞാൻ നിൽക്കുന്നത് ഫോൾഡല്ല, ഈ ഭാഗമല്ല ഫോൾഡാണ്, താഴെ ഫോൾഡാണ്, മുകളിൽ ഫോൾഡ് ഭാഗമല്ല. ഇനി നമ്മൾ ഈ ഒരു തുണിയുടെ ഇത് മൂലയിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ വെക്കുക. കണ്ട, വെച്ചു. അപ്പം നമുക്ക് ഇതിങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിയില്ലേ? ഇപ്പം നമുക്ക് എത്ര പീസ് കിട്ടി? 8 പീസ് കിട്ടിയിട്ടുണ്ട്. 2, 4, 6, 8 പീസ്. ഇനി നമ്മളുടെ അരവണ്ണം എത്രയാണോ അതെടുക്കുക. അപ്പോൾ അരവണ്ണം 30 ആണ്. 30 ആവുമ്പോൾ 30നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, അതാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. 8 കൊണ്ട് 8 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 3.25 കിട്ടും. അപ്പം ആ 3.25 നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ 3.25 അടയാളപ്പെടുത്തി എടുക്കണത് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് ഞാൻ ഈ മൂലയിൽ നിന്ന് ഞാനൊരു 3-4 ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തണുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ കണ്ടോ 3-4 ഇഞ്ച് ഇവിടെ ഞാനൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ 3.25 എവിടെ കിട്ടുമെന്ന് നോക്കാം. നിങ്ങൾക്ക് 3.25 കിട്ടണ ആ ഒരു വശത്തായിരിക്കണം നമ്മൾ ഈ ടേപ്പ് വെക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കിട്ടുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ വെച്ചാലും മതി കേട്ടോ. അല്ലാണ്ട് കുറേ ചിന്തിച്ച് വരുമ്പോൾ കുറേ പാടാണ്. അപ്പം 3.25 അവിടെ കിട്ടും. അവിടേക്ക് ഒന്ന് വരച്ചിട്ട് മുകളിൽ നിന്ന് നമ്മൾ ഈ ടേപ്പ് ഒന്ന് കറക്റ്റിന് പിടിക്കുക. കണ്ടോ, അപ്പം എനിക്കിവിടെ ഒരു 4.5 ഇറക്കം കിട്ടിയേക്കണം. അവിടെ നിന്ന് ആ 4.5 ഇതുപോലെ ചരിച്ച് ഈ തുമ്പത്തോട്ടും വെക്കുക. എത്രയാണെന്ന് കറക്റ്റ് നോക്കുക. 4.5. അപ്പം ആ 4.5 നമ്മൾ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടും ഈ 4.5 വരക്കുക. കണ്ട, അതിനുശേഷം ഇത് ഇങ്ങനെ ഒന്ന് കുഴിച്ചൊന്ന് വരക്കുക. സ്ട്രെയിറ്റ് ആയിട്ടല്ല, കുഴിച്ചൊന്ന് വരക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വരക്കരുത്, കുഴിച്ച് തന്നെ വരക്കണം കേട്ടോ. അപ്പം ഞാൻ കണ്ട വരച്ചു. ഇനി നമ്മുടെ ഇറക്കമാണ് വേണ്ടത് നമുക്ക്. അപ്പം നമ്മൾ പടി വെക്കണത് 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്, 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കണത്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മളും അടിയിൽ മുകളിൽ പടിക്ക് വേണ്ടി എടുക്കും, പട്ടയ്ക്ക് വേണ്ടി എടുക്കും. പിന്നെ നമുക്ക് വേണ്ട ഇറക്കം 16.5 ഇഞ്ചാണ്. അപ്പം 16.5 ഇഞ്ചിൻ്റെ നമ്മൾ ഈ മൂല ഇവിടെ നിന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് 16 ഇഞ്ച് ഇങ്ങനെ വെച്ച് വരച്ചെടുക്കുക. അതിൽ നല്ലത് ഈ 16 ഇഞ്ചിൽ നമ്മൾ 4.5 ഇഞ്ചും കൂടി കൂട്ടി മുകളിലോട്ട് വയ്ക്കുക. അപ്പം 21.5 ഇഞ്ച് വരും കണ്ടോ. അപ്പം 21.5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചോക്ക് ഇങ്ങനെ പിടിക്കുക. കണ്ടോ, 21.5 ഇഞ്ച് ചോക്ക് ഇതുപോലെ പിടിച്ച് ചോക്ക് ഇതിന്മേൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കറക്റ്റിനൊന്ന് വരച്ചെടുക്കുക ഇതുപോലെ. അപ്പം വരക്കാൻ ഏറ്റവും സുഖം ഇതാണ്. അപ്പം ഞാൻ അടിമടക്കി അടിക്കാനുള്ള ഇതും കൂടിയാണ് എടുത്തിട്ടേക്കണത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇതുപോലെ വരച്ചെടുക്കുക. അല്ലെങ്കിൽ ടേപ്പ് അങ്ങാടും പിടിച്ച് വലിക്കേണ്ടി വരും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ശ്രദ്ധിച്ച് കട്ട് ചെയ്തോ. കണ്ട,
താഴെ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, കണ്ടോ? ഞാനത് തന്നെ നമ്മളൊന്ന് വിടർത്തിയിടാം കേട്ടോ. കണ്ടോ, വിടർത്തിയിട്ടു. അപ്പം ഇതാണ് നമ്മുടെ അംബ്രല കട്ടിങ്. ഇനി നമ്മൾ 1.5 ഇഞ്ചിൻ്റെ പട്ട വെട്ടിയെടുത്തിട്ട് ഇലാസ്റ്റിക് ഇട്ട് ഇതിലേക്ക് ഇടുക. അപ്പം ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇനി ഞാൻ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇതിൻ്റെ ഒരു ബാലൻസ് പീസ് ഉണ്ടല്ലോ, കണ്ടോ? ഇത്രയും ബാലൻസ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഒരു ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ചെറിയൊരു ക്രോപ്പ് ടോപ്പാണ് കട്ട് ചെയ്തെടുക്കണം. എനിക്ക് ആ ക്രോപ്പ് ടോപ്പിൻ്റെ കാര്യം ഓർത്തിട്ട് ഇപ്പോഴേ ചിരി വന്നു കേട്ടോ. അപ്പം ഞാൻ ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യാനുള്ള തുണി ഒന്ന് ഇടാട്ടോ. അപ്പം ഈ ഒരു ഭാഗമാണ് നമുക്ക് ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യാനുള്ളത്. ഒരു ഇച്ചിരി തുണി കൊണ്ടും നമുക്ക് ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യാം എന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഷോൾഡറിൽ നമ്മൊരു ബെൽറ്റാണ് കൊടുക്കണത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇടാം. ഈ 4ആയി മടക്കിയ ഈ പീസിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കാം. അപ്പം നമുക്ക് 4 കിട്ടി. എല്ലാവിടും ഉണ്ടാകുന്നൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് നമ്മുടെ വണ്ണം എടുക്കുക. അപ്പം ക്രോപ്പ് ടോപ്പിൻ്റെ ഇറക്കം നമുക്ക് എന്തോരം വേണോ അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം. അപ്പം എനിക്കൊരു 8.5 ഇഞ്ച് മതി. അപ്പം ഞാൻ ഇവിടേക്ക് എടുക്കണേ കേട്ടോ. 8.5 കറക്റ്റാണെന്നൊക്കെ നോക്കിയിട്ട് വേണം വെട്ടാൻ. ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. അതുപോലെ 28 വണ്ണം. 28ൻ്റെ 4 ഭാഗം എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം. അത് 4 7 4 ഭാഗം നമുക്ക് ഇവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ സ്ലീവ് എത്രയാണെന്ന് വെച്ചാൽ, അതായത് കഴുത്തിൻ്റെ അകലം എത്രയാണെന്ന് വെച്ചാൽ അതിടാം. അപ്പോൾ 2 ഇഞ്ചാണ്. ഷോൾഡർ നമുക്ക് വേണ്ട, കാരണം നമ്മൾ ഇത് ബെൽറ്റാണ് വെക്കണത്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാറ്റണേ. അപ്പം ഈ ക്രോപ്പ് ടോപ്പ് എങ്ങനെ നമുക്ക് തയ്ച്ച് വരുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ കട്ടിങ് മാത്രമേ ഉള്ളൂ, കണ്ട. അപ്പം നമുക്ക് ഇതിൽ ഇനി 2 വള്ളി വേണം. അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ ഇതിനുള്ളത് കിട്ടും. അതായത് ഒരു 8 ഇഞ്ച് വീതി, 8 ഇഞ്ച് നീളം, ഒരു 3.5-4 ഇഞ്ച് വീതിയുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുക. 4 ഇഞ്ച് വീതിയുള്ള 2 പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് മുകളിൽ ഇത് കൊടുക്കാനുള്ളതായി, കണ്ട. അപ്പം എല്ലാ പീസുമായി, അതായത് ഇതിൻ്റെ നടുക്ക് കണ്ട്, അതായത് ഇതിങ്ങനെ വരും. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മടക്കി ഇപ്പുറത്തോട്ടും വെക്കുമ്പോൾ നമുക്ക് ഷോൾഡറിൽ വന്ന ബെൽറ്റാണ്, കണ്ടോ.
നല്ല സൂപ്പറായിട്ടിരിക്കും. അടിയിൽ നമുക്ക് അംബ്രല പാവാട. അപ്പോൾ ഈ ഒരു കട്ടിങ് നിങ്ങൾ ബാക്കി, അതായത് നമുക്ക് അംബ്രല പാവാട വെട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ കിട്ടും, ബ്ലൗസ് കട്ട് ചെയ്യാൻ തന്നെ കിട്ടും, സാരി ബ്ലൗസ്. അപ്പോൾ ഇതൊരു ചെറിയ പീസ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ കുട്ടിക്ക് കട്ട് ചെയ്തത് കേട്ടോ. എന്നിട്ട് നമുക്കൊക്കെ ഇട്ട് നോക്കാം. അപ്പം കട്ടിങ് വീഡിയോ നിങ്ങളൊന്ന് നോക്കുക, അതിനൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ നാളെ ഇടാം കേട്ടോ. അപ്പം അതേ നോക്കിയേ, അടിപൊളി, നല്ല വലിപ്പത്തിൽ, അതായത് നല്ല ഇടത്തിൽ, നല്ല എന്താ പറയുക, അടിപൊളിയായിട്ട് നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്താണ്, അംബ്രല പാവാട. അപ്പോൾ ഈ കട്ടിങ് വീഡിയോ ഒന്ന് കാണുക, സ്റ്റിച്ചിങ് വീഡിയോ നാളെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു അംബ്രല പാവാടയും ക്രോപ്പ് ടോപ്പിൻ്റെയും കട്ടിങ് ആണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ.